എടാ കൊരങ്ങ, 8000 രൂപയുടെ മുതലാണ്. രമണൻ പുതിയ ടച്ച് ഒന്ന് വാങ്ങിയിട്ട് ഏതാനും ആഴ്ചകളെ ആയുള്ളൂ. ഇതിനിടെയാണ് പെരിങ്ങര ശ്രീഭദ്രയിൽ വിറക് കയറാനെത്തിയത്. ജോലികൾ കഴിയാറായതോടെ രമണൻ കീപാഡ് ശബ്ദം കേട്ടു. മുകളിലേക്ക് നോക്കിയപ്പോൾ കുരങ്ങൻ ടച്ച് ചെയ്ത് കളിക്കുന്നു. ഉള്ളൊന്ന് കാളി. തുണിക്കൊപ്പം കരുതി വെച്ചിരുന്ന ഫോൺ തേടി പോയപ്പോഴാണ് പണി പാളിയെന്നുറപ്പിച്ചത്. 8000ന്റെ ഫോണുമായി ദേ വാനരൻ പോകുന്നു. ഹലോ, തേൻ്റെ കാനേകാട്ടി ജംഗ്ഷനിൽ ഒരു കുരങ്ങൻ വന്ന് നിൽക്കുന്നു. ആര് വളർത്തുന്നതാണെന്ന് അറിയത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ. സ്മാർട്ട് ഫോണുമായി അവിടെ ചാടിക്കളിച്ച കുരങ്ങന് പിന്നാലെയായി പിന്നീട് രമണൻ. കണ്ടോ? സുക്കുമാനെ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ അവിടെ വിറക് കീറിക്കൊണ്ടിരിക്കുമ്പം ഒരു മേശ ഉണ്ടെന്നെ അവിടെ. ആ മേശപ്പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു ഫോണ്. അപ്പോൾ ഒരു കുരങ്ങൻ ഇങ്ങോട്ട് വന്ന് അത് എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് ഓട്ടം. ഞാൻ ഓർത്ത് അത് പോയെന്ന്. ഈയിടെ മേടിച്ചു, 1 മാസം അങ്ങാണ്ടേ ആയുള്ളത്. ഇൻസ്റ്റാൾമെന്റായിട്ട് വാങ്ങിച്ചു, അതിന്റെ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പോയി. ഞാൻ ഒരു വിറകൊള്ളി കൊണ്ട് ഒരു ഏറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അത് താഴെ ഇട്ടു. അന്നേരം ഞാൻ നിന്നെടുത്തു. പിന്നെ അവൻ മുകളിലോട്ട് കയറി പോവായിരുന്നു. കുളത്തിൽ ഒരു കുളം ഉണ്ടായിരുന്നു, കുളത്തിൽ കൊണ്ടിടാഞ്ഞ കാര്യം. അല്ലെങ്കിൽ ആ കാശും പോയാൽ നമുക്കൊരു പണി പോലും കിട്ടുന്നില്ല. വാനറിനെ ഈ മേഖലയിൽ ഇതിനു മുൻപ് കണ്ടുപരിചയമില്ല. ഫോൺ ഉപേക്ഷിച്ച കുരങ്ങൻ പിന്നെയും മരങ്ങളിൽ ചാടിക്കളിച്ച ശേഷമാണ് രംഗം വിട്ടത്. അതേതാണ്ട് തിന്നുന്നു. അല്ലാതെ പോയതത് എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോയെന്നോ നാട്ടുകാർക്ക് ഒരു വിവരവുമില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. എന്താല്ലേ, ആശിച്ച് മോഹിച്ചൊരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അത് കുരങ്ങച്ചാര് കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറഞ്ഞ ചങ്ക് തകർന്നു പോയില്ലേ? CK അബിലാൽ ചേരുന്നുണ്ട് തത്സമയം. അബിലാൽ, എന്തായാലും കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം രമണൻ ചേട്ടൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങി, അതങ്ങനെ കുരങ്ങൻ കൊണ്ടുപോയി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേർക്കത് വലിയ വിഷമമാവും. പക്ഷേ അത്ര വിഷമിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും അത് കുരങ്ങൻ തിരിച്ചു കൊടുത്തു. ചിലപ്പോൾ മുഖത്തെ ആ ഒരു നിസ്സഹായ ഭാവം കണ്ടിട്ട് തന്നെയായിരിക്കും കുരങ്ങനും പാവം തോന്നിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പൊതുവേ പറയുന്നൊരു ചൊല്ലുണ്ട്, കുരങ്ങൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും പൂമാല കിട്ടിയ പോലെയെന്ന്. എന്തായാലും ഈ മൊബൈൽ ഫോണിന് പൂമാലയുടെ ഒരവസ്ഥ വന്നില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് കുരങ്ങച്ചാർ അവിടെ എത്തിയത്? പെരിങ്ങര എന്നാൽ അപ്പർ കുട്ടനാടൻ മേഖലയാണ്. ഇവിടെ മുൻപ് കാട്ടുപന്നികൾ ഇറങ്ങിയത് വലിയ വാർത്തയായിരുന്നു. അത് ആദ്യ സംഭവമായിരുന്നു. സമാനമായ രീതിയിലാണ് ആ മേഖലയിലേക്ക് കുരങ്ങ് കൂടി കടന്നു വരുന്നത്. അതാണ് ഈ വാർത്തയ്ക്ക് കിട്ടുന്ന മറ്റൊരു പ്രാധാന്യം. രമണനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ദീർഘകാലത്തെ ആഗ്രഹത്തിനൊടുവിലാണ് ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കുന്നത്. 8000 രൂപ വിലയുള്ള സ്മാർട്ട് ഫോൺ ആകട്ടെ അദ്ദേഹം ജോലിക്ക് വന്ന വീട്ടിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് മേശയുടെ പുറത്ത് സുരക്ഷിതമായി വെച്ചിരിക്കുകയായിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് കുരങ്ങൻ്റെ വരവ്. ഇതിനു മുൻപ് ആ മേഖലയിൽ എന്നും തന്നെ കുരങ്ങുകളുടെ ശല്യം ഉണ്ടാകാതിരുന്നതിനാൽ തന്നെ അങ്ങനെ ഒരു ജാഗ്രതയുടെ ആവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും വസ്ത്രങ്ങൾക്കിടയിൽ നിന്നും കുരങ്ങൻ സ്മാർട്ട് ഫോണുമായി മരത്തിന് മുകളിലേക്ക് കയറി കൗശലം പ്രയോഗിച്ചിട്ടായിരിക്കാം. എന്തായാലും കുരങ്ങൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. അങ്ങനെ ആ ഫോൺ തിരികെ കിട്ടി. കാര്യമായ പരിക്കില്ല, പൂർണ്ണ പ്രവർത്തന സജ്ജമാണ്. എന്തായാലും കുരങ്ങൻ്റെ ആശിച്ച് മോഹിച്ച് വാങ്ങിയ മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തതെന്ന് അത് തിരിച്ചു കിട്ടി. വലിയ സന്തോഷം എന്തായാലും രമണൻ ചേട്ടനുണ്ടാകും. പക്ഷെ എങ്ങനെ കുരങ്ങച്ചാർ അവിടെ എത്തി എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല.